ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കർ ഒരു കാലത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമായിരുന്നു. 2014 മുതൽ 2018 വരെ 4 വർഷക്കാലം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സഹ ഉടമസ്ഥനായിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ക്ലബിന്റെ 20% ഓഹരിയായിരുന്നു അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നത്. പിന്നീട് 2018 അദ്ദേഹം ഈ ഒരു ഓഹരി വിൽക്കുകയായിരുന്നു. സാമ്പത്തികപരമായ നഷ്ടങ്ങൾ കൊണ്ടാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഈ ഒരു ഓഹരി വിറ്റത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഏകദേശം 100 കോടി രൂപക്കടുത്ത് സച്ചിൻ ടെണ്ടുൽക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നീട് ആ ഒരു ഓഹരി അദ്ദേഹം വിറ്റു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സച്ചിൻ ടെണ്ടുൽക്കർ ഓരോ മത്സരത്തിനും ഈടാക്കിയിരുന്ന ചാർജ് അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ വീക്ഷിക്കാൻ വേണ്ടി പലപ്പോഴും സച്ചിൻ ടെണ്ടുൽക്കർ കൊച്ചി സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു. അങ്ങനെ മത്സരം വീക്ഷിക്കാൻ വേണ്ടി എത്തുന്ന സമയത്ത് ഓരോ മത്സരത്തിനും നിശ്ചിത തുക കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് നൽകണമായിരുന്നു. 1 കോടി രൂപയായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ ചാർജ് ആയിക്കൊണ്ട് ഈടാക്കിയിരുന്നത് എന്നാണ് മലയാളത്തിലെ ഒരു മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ 4 വർഷ കാലയളവിനുള്ളിൽ സച്ചിൻ പങ്കെടുത്ത മത്സരങ്ങൾക്കെല്ലാം ചാർജ് ആയിക്കൊണ്ട് ഓരോ കോടി രൂപ വീതം കേരള ബ്ലാസ്റ്റേഴ്സ് നൽകേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് സച്ചിൻ ഈ ഒരു ഓഹരി വിറ്റതോടുകൂടി അത് ഇല്ലാതാവുകയും ചെയ്തു. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഴുവൻ ഓഹരികളും മാഗ്നം സ്പോർട്ടിന് കീഴിലാണ്. ചിരഞ്ജീവി, അല്ലു അരവിന്ദ്, എൻ പ്രസാദ്, നിഖിൽ എന്നിവരൊക്കെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥരായിക്കൊണ്ട് വരുന്നത്. ഇവരുടെ കൈവശമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഹരികൾ ഉള്ളത്. എന്നാൽ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന് വലിയ പ്രതിഷേധങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. വേണ്ട വിധത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല എന്നാണ് ആരാധകർ ഇപ്പോൾ ആരോപിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം.